സാലി കിച്ചൻ. ഇന്നൊരു ഈസി ആയിട്ടുള്ളൊരു ഹലുവയാണ് ചെയ്യുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഹലുവ റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ഹലുവയാണ്. സാധാരണ നമ്മൾ ഹലുവ ഉണ്ടാക്കുന്നത് പോലെ കുറേ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നെയ്യിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ കുറേ സമയം ഇളക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരുഭാഗം ഉണ്ടല്ലോ, ആ ബ്രൗൺ കളറുള്ള ഭാഗം, അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ. ഇപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം സെയിം കളറാക്കിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അധികം കറുപ്പിച്ചെടുക്കരുത്. അത്യാവശ്യം 2 ഭാഗവും ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും 2 ബാച്ചാക്കിയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഹലുവ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് കാഷ്നട്ട് ഒന്ന് വറുത്ത് കോരാം. കാഷ്നട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ തന്നെ കുറച്ച് റൈസൻസും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുമ്പം 1 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ഈ വെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കി കൊടുക്കണ്ട, നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ ബ്രെഡിൻ്റെ അകത്തേക്കൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ട്. സിറപ്പ് ഒന്നങ്ങ് വറ്റി വരണം. ഈ ഒരു സിറപ്പ് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാരയൊക്കെ കയറിയിട്ട് നല്ല സോഫ്റ്റ് ആവുക. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അവസാനം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹലുവ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച റൈസൻസും കാഷ്നട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അടിക്കൊന്നും പിടിക്കാതെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുക്കായി കിട്ടണം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബ്രെഡ് ഹൽവ റെഡിയായി. സാധാരണ നമ്മൾ ചെയ്യുന്ന ഹലുവിനേക്കാളും നല്ല ഈസി ആയിട്ടുള്ളൊരു ഹലുവയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്